നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം. അതൊന്നും മനസ്സിൽ വെക്കരുത്. ഒന്നും മനസ്സിൽ വെക്കില്ല. പൊന്നുമണിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വരനാ ശരവണൻ അല്ലേ? പിന്നല്ലാതെ. കളിയാക്കിയാണല്ലേ? ഇല്ല ശരവണ, കെട്ടാൻ പോകുന്ന ചെറുക്കന് വേണ്ട ഏറ്റവും നല്ല ഗുണം എന്താ? പെണ്ണിനോട് സ്നേഹം. ശരവണൻ അതുണ്ട്. അതുകൊണ്ടാണല്ലോ കല്യാണം പോലും നേരത്തെ ആക്കിയത്. എന്നാ പിന്നെ ചെല്ല്, കാര്യങ്ങൾ നടക്കട്ടെ. എന്നാ ശരി. എന്നാ പിന്നെ ചടങ്ങിലേക്ക് കടക്കാം അല്ലേ? പിന്നെന്താ. കെട്ടാൻ വരട്ടെ. ഈ കല്യാണം നടക്കില്ല. അതെന്താ സാർ? എനിക്ക് പൊന്നുമണിക്ക് എന്നെ ഇഷ്ടമാണ്. പിന്നെന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഞാൻ അറിയിച്ചു തരാം. ഇവനെ എത്ര കാലമായിട്ട് കുട്ടിക്ക് അറിയാം? ഒരുപാട് കാലമായിട്ട് അറിയാം. ഇവന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നുള്ള വിവരം കുട്ടിക്ക് അറിയോ? അത് നുണയാണ് സർ. എന്റെ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാക്കിയെടുത്ത കള്ളക്കഥയത്. സാറത് വിശ്വസിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ പൊന്നുമണി. അപ്പൊ നിനക്ക് ഭാര്യയും കുട്ടികളും ഇല്ല? ഇല്ല സാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊന്നുമണിയെ കല്യാണം കഴിക്കും. നുണ പറയുന്നോടോ? കൊണ്ടുപോവരെ. ചെമ്പ്. ഇവൻ പറയുന്നത് ഇവന് ഭാര്യയും കുട്ടികളും ഇല്ലെന്നാണ്. ശരിയാണോ? എടാ മഹാഭാവി, ഞാനല്ലേ നിന്റെ പൊണ്ടാട്ടി. നീ കഴുത്തി കെട്ടിയ താലിയല്ലേ ഈ കഴുത്തി കിടക്കുന്നത്? എനിക്ക് ഇവിടെ അറിയില്ല. ഇല്ലേ? നുണയാ ഇവ പറയുന്നത്. പച്ച നുണ. കുട്ടികളെ ചേച്ചിയുടെ അടുത്ത് ആക്കിയിട്ടാ ഞാനും വന്നിരിക്കുന്നത്. ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്യട്ടെ? ധൈര്യമുണ്ടോ നിനക്ക് അവരോട് സംസാരിക്കാൻ? പറയടാ, ഉത്തരം പറയാൻ. ഞാനെന്തിനാ ആവശ്യമില്ലാതെ എനിക്കറിയാൻ പാടില്ലാത്തോട് സംസാരിക്കുന്നത്? നിന്റെ ഫോണിൽ ഞാൻ നടാ. എന്തിനാ? ഇങ്ങോട്ട് നടോ. ചുമ്മാ സാർ. നിനക്ക് ഇവരെ അറിയില്ലല്ലോ? അറിയില്ല. ശരവണന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. എന്നാലേ നിന്റെ ഫോണിൽ നിന്ന് ഇതിലേക്കൊന്ന് വിളിച്ചേ. ഇവിടെ നമ്പർ നീ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോന്ന് എനിക്കൊന്ന് അറിയണം. പരിചയമില്ലെന്ന് നീ പറയുന്ന ഇവളുടെ നമ്പർ ഇതിനകത്തെങ്ങാണ് ഉണ്ടെങ്കിൽ വിളിച്ചമ്പകം.
പൊണ്ടാട്ടി. നിനക്ക് പരിചയമില്ലാത്ത ഇവള് പൊണ്ടാട്ടി. ഞാൻ കോൾ ലിസ്റ്റ് നോക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതിന്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണുമല്ലോ. കണ്ടോ, നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവ് ആവശ്യമുണ്ടോ? പൊന്നുമണി, ഈ പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത്. ഞാൻ നിരപരാധിയാ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പൊന്നുമണി, മര്യാദയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ. ഇനി ഇവിടെ നിന്നാ നീ ജീവനോടെ പോവില്ല ഇവിടുന്ന്. പൊന്നുമണി, ഇറങ്ങി പോടാ. പൊന്നു, അവനെ കൂടെ പിടിക്കണം. പൊന്നു. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. ചെമ്പകം, എന്നോട് ക്ഷമിക്കണം ചെമ്പകം. ഇവൻ ഇത്രയും വൃത്തിയിട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തക്ക സമയത്ത് നിങ്ങൾ വന്നു. അല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം നശിച്ചേനെ. നന്ദിയുണ്ട്, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വീണ്ടും തോറ്റുപോയല്ലേ മാഷിട്ട. ഒരിക്കലുമില്ല. ഇപ്പോഴാ നീ ജയിച്ചത്. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നീ തോറ്റേനെ. നിനക്ക് ഭാഗ്യമുണ്ട്. സാരയില്ല പൊന്നുമണി, വലിയൊരു അപകടത്തിൽ നിന്നാ നീ രക്ഷപ്പെട്ടത്. അതേ മോളെ, അവനെ പോലെ ഒരുത്തൻ നിന്നെ കെട്ടിയിരുന്നെങ്കിൽ നിന്റെ ജീവിതം അതോടെ ഇല്ലാതായാനെ. ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നത് എന്തിനാ? നമുക്ക് പോയാലോ? തിരിച്ചു പോ. പൊന്നുമണിയുടെ കല്യാണം വീണ്ടും മുടങ്ങി. അമ്മേ വാ. നിനക്കെന്താ തോന്നുന്നത്? പ്രഭാവതിയുടെ ഈ മാറ്റം ശരിക്കുള്ള മാറ്റമാണോ അതോ വെറും അഭിനയമാണോ? രണ്ടിനും സാധ്യതയുണ്ട്.